കാന്താര കുറഞ്ഞ മുതൽ മുടക്കിൽ തീർത്ത ചരിത്ര വിജയം കൊയ്ത കന്നഡ സിനിമയാണ്. സ്വാഭാവികമായും അതിന് ഒരു രണ്ടാം ഭാഗം ആലോചിക്കുന്നതിൽ അണിയറ പ്രവർത്തകരെ തെറ്റു പറയാനാവില്ല. ആദ്യ ഭാഗത്തിലെന്ന പോലെ ഒരുപക്ഷെ അതിലും തീവ്രമായി മനുഷ്യാതീത ശക്തികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ സിനിമയിലുമുണ്ടെന്ന് പറയപ്പെടുന്നു. അതെന്തായാലും മുൻകാലങ്ങളിലെന്ന പോലെ അതീന്ദ്രിയ ശക്തികളെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഈ സിനിമയും ചിത്രീകരണത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ നാളിതുവരെ തുടർച്ചയായി ദുരന്തവാഹിനിയായി മാറുകയാണ്. അടിക്കടി മരണങ്ങളും അപകടങ്ങളും സിനിമയ്ക്ക് പിന്നിലുള്ളവരെ മാത്രമല്ല പൊതുസമൂഹത്തെ പോലും തളർത്തുന്നുണ്ട്. സൗപർണിക നദിയിൽ കുളിക്കാൻ പോയ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ മുങ്ങി മരിക്കുന്നു. കന്നഡയിലെ ഒരു ഹാസ്യതാരം ഹൃദയാഘാതം മൂലം മരിക്കുന്നു. മൂന്നാമത് മരിച്ച മലയാളിക്കും ഹൃദയസ്തംഭനമായിരുന്നു. അതിനു മുമ്പും അപകട പരമ്പരകളുടെ കുത്തൊഴുക്ക് തന്നെ നടന്നു. 20 പേർ സഞ്ചരിച്ച ഒരു വാൻ അപകടത്തിൽപ്പെടുന്നു. നായകൻ ഉൾപ്പെടെ സഞ്ചരിച്ച ബോട്ട് മറിയുന്നു. അതിനിടയിൽ ഷൂട്ട് നടക്കുന്ന ഗ്രാമവാസികളും സിനിമാ പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉടലെടുക്കുന്നു. 3 മരണങ്ങൾക്കൊപ്പം നിരവധി അപകടങ്ങളും സംഘർഷങ്ങളും. ഏറ്റവും ഒടുവിൽ ചിത്രീകരണം നടന്നുകൊണ്ടിരുന്ന ബോട്ട് മറിഞ്ഞ് നായകൻ ഋഷഭ് ഷെട്ടി ഉൾപ്പെടെയുള്ള താരങ്ങളും സാങ്കേതിക വിദഗ്ധരും ക്യാമറകളും അടക്കം വെള്ളത്തിലായി. നദിയിൽ ആഴം കുറഞ്ഞതുകൊണ്ട് മാത്രം ആളപായം ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. ഒടുവിൽ സിനിമയുടെ ചിത്രീകരണം നിർത്തിവെക്കാൻ സർക്കാർ ആവശ്യപ്പെടുന്ന ഘട്ടം വരെ എത്തി കാര്യങ്ങൾ. ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ച മരണങ്ങളും തുടർന്നുള്ള നിരവധി അപകടങ്ങളും സംബന്ധിച്ച വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ്. ചലച്ചിത്ര വ്യവസായത്തിലും സിനിമാസ്വാദകരിലും ഇത്തരം വാർത്തകൾ അതിയായ ഭീതി ജനിപ്പിക്കുന്നുണ്ട്. എന്തായിരിക്കാം ഇത്തരം സംഭവവികാസങ്ങൾക്ക് പിന്നിലെ യുക്തി? മനുഷ്യാതീതമായ ഏതെങ്കിലും ശക്തികളുടെ പ്രതിപ്രവർത്തനങ്ങൾ ഇതിനെല്ലാം പിന്നിലുണ്ടോ എന്നെല്ലാം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് അണമുറിയാത്ത ഈ ദുരന്തങ്ങൾ. ഇതിനു മുൻപും സമാനമായ അനുഭവ തലങ്ങളിലൂടെ കടന്നുപോയ പഴയകാല സിനിമാനുഭവങ്ങളിലൂടെ അടുത്ത വീഡിയോകളിൽ നമുക്കൊന്ന് സഞ്ചരിക്കാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.